ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ലിവിങ്സ്റ്റണിന് ബോട്ട് എടുത്തിട്ട് റിയോ ഡുൽസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയും ഒരു എന്താ പറയുക, ബീച്ച് സൈഡൊക്കെ ആയിട്ടുള്ള ഹ്യൂമിഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 3:30 ആയിട്ടുണ്ട്. സോ ഇന്നിപ്പോൾ എവിടെയാണ് സ്റ്റേ ചെയ്യേണ്ടതെന്ന് നോക്കണം. ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവിടെ ബോർഡൊക്കെ കാണാം, വെൽക്കം ടു റിയോ ഡുൽസ് എന്ന്. അതിൻ്റെ മാപ്പാണ് ആ കാണുന്നത്. അവിടെ ഒരു പാർക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ആകെ കഴിച്ചത് ഒരു സ്നിക്കേഴ്സ്, പിന്നെ ഒരു ഇലക്ട്രോലൈറ്റ്, ഒരു ബനാന, പിന്നെന്താ ഒരു വാട്ടർമെലോൺ. ഇതാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. എന്നാൽ കലോറി ബേൺ ചെയ്തതോ ഇഷ്ടം പോലെ. അപ്പം ഞാൻ ഇവിടുന്ന് കൊബോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് 200 കിലോമീറ്റർ ഉണ്ട്. 200 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് മാപ്പിൽ കാണിക്കുന്നത് 6-7 മണിക്കൂറാണ്. സോ അവിടെ എത്താൻ തന്നെ കുറച്ച് ദിവസം എടുക്കുമായിരിക്കും. ചെറിയ റോഡാണ്. ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കട്ടെ. ഇത് ഇവിടെ ഒരു ഫുഡിന്റെ ഓപ്പൺ മാർക്കറ്റ് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. എന്താ ഉള്ളേ? ഞാൻ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുക. ഭാഷ അറിയില്ലല്ലോ. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ അതാ റൈസ്, ഓക്കെ, ബീൻസ് അരച്ചത്, സാൽസ. സാൽസയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഫിഷ് ഇല്ലേ, ഫിഷ് കഴിക്കാൻ തോന്നുന്നുണ്ട്. ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, പിന്നെ അത് എന്തോ സാധനമൊക്കെ ഉണ്ട്. എന്താ പെസ്കാദോ ഒരെണ്ണം ഉള്ളൂ എന്ന് തോന്നുന്നു. സോളോ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഉള്ളൂ. പെസ്കാദോ വേണ്ട, ചിക്കൻ മതി എന്ന് തോന്നുന്നു. എത്രയാണെന്ന് ചോദിക്കട്ടെ. കോന്താ പോയോ? കോന്താ അത് നോക്കട്ടെ എന്താ. എന്റെ ബാഗെല്ലാം ഞാൻ അവിടെ വെച്ചിട്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി വന്നാണ് കേട്ടോ. ബാഗ് അവർ സേഫാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചു. ഞാനങ്ങ് തളർന്നു പോവാ. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്. നടത്തോ ഇന്നലത്തെ ഉറക്കില്ലായ്മ എല്ലാം കൂടി ആയിട്ട് ഞാൻ പെട്ട്. ഇടയ്ക്ക് ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ, നമ്മളെ നാടൊക്കെ ശരിക്കും എത്ര ചീപ്പാണ്. ശരിക്കും സൂപ്പർ ചീപ്പാണ്. ചീപ്പ് എന്ന് പറഞ്ഞാൽ പോരാ. ഞാനിപ്പോൾ ടോയ്ലറ്റ് പോയത് 5 കെറ്റ്സാലാണ് ആയത്. 5 കെറ്റ്സാൽ എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ 65 രൂപ. നമ്മളെ നാട്ടിൽ 65 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് തട്ടുകടയിൽ നിന്ന് ഒരു നേരത്തെ ഫുഡ് കഴിക്കാം. ഇവിടെ ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. മേ ബി എന്തെങ്കിലും ഒരു സ്നാക്ക് മേടിക്കാം, അത്രേ പറ്റുള്ളൂ. എന്നാലും ആവും. ഒരു സ്നാക്ക് മേടിച്ചാലാവും ഒരു 250 രൂപ ഇന്ത്യൻ റുപ്പി. കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ ഏൺ ചെയ്യുന്നത് ഞാൻ ഇതാണല്ലോ, ഡോളറിൽ കിട്ടിയാലും കൺവേർട്ട് ചെയ്തിട്ടാണ് അത് ഇന്ത്യൻ റുപ്പി ആയിട്ട് വരുന്നത്. ഹായ്, നേരത്തെ ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ച് ഞാൻ വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീപ്പസ്റ്റ് ഫുഡ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു സ്ട്രീറ്റിലുണ്ട്. അങ്ങനെ ആ സ്ട്രീറ്റും തപ്പി വന്നതൊക്കെയായിരുന്നു. നമ്മളെ നാട്ടിൽ പാലിൻ്റെ പാക്കറ്റ് കിട്ടുന്ന പോലെ ഇവിടെ വെള്ളം കിട്ടുന്ന കേട്ടോ. നല്ല തണുത്ത വെള്ളമാണ്. ഇതിന് 1 കെറ്റ്സാലാണ് വരുന്നത്. അത് പിന്നെ അഫോർഡബിൾ ആണ്, കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് സിപ്പപ്പൊക്കെ കുടിക്കൂലേ, അതുപോലെ കുടിക്കാം. ഫുഡ് ഇതേ വന്നിട്ടുണ്ട്. ഇതിന് 25 കെറ്റ്സാലാണ് കേട്ടോ വരുന്നത്. ബീൻസ് നല്ല മാഷ് ചെയ്തതും, സാലഡും, ചിക്കനും, പിന്നെ സാൽസയും, പിന്നെ ഒരു തോർത്തിയും ഉണ്ട്. അത് വെന്തിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ കഴിച്ചോട്ടെ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ചില്ലി എല്ലാം അവർ തരുന്നയാ. കാണുന്ന പോലെ തന്നെയാ, വെന്തിട്ടില്ല. ചിക്കൻ അത്യാവശ്യം നല്ലതാന്ന് തോന്നുന്നുണ്ട്. സാൽസയൊക്കെ കുഴപ്പമില്ല. വലിയ ലെഗ് പീസാ. പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നുമില്ല. ചിക്കൻ എണ്ണയിലിട്ട് പൊരിച്ച് ഉപ്പിട്ടിട്ട് വേറെ ഫ്ലേവർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ബട്ട് ഗുഡ്. ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. ഒരു 4:30 ആയപ്പോൾ തന്നെ ഇവിടെ എല്ലാം ചെയറും എടുത്ത് മാറ്റി അവർ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാനിവിടെ കുറച്ച് എഡിറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇന്നിവിടെ എവിടെയെങ്കിലും പോകാന്ന് വെച്ചാൽ ശരിക്കും ഭയങ്കര ടയർഡാണ്. കുറച്ചുകൂടെ ദൂരം പോയിട്ട് അടുത്ത വില്ലേജിൽ താമസിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഭയങ്കര ടയർഡ്. എൻ്റെ കൈയും കാലൊക്കെ വേവിച്ച് ഉറക്കം വരും. എപ്പോൾ കിടന്നാൽ എപ്പോൾ ഉറങ്ങിപ്പോകും എന്നുള്ള രീതിയിലാണ് ഞാനുള്ളത്. അപ്പം ഞാൻ ഈ ഒരു പുള്ളിക്കാരിയോട് ഞാൻ എവിടെയാ വീട് എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ അടുത്താണ്. ഞാൻ ചോദിച്ചു ബോട്ടിലാണോ പോണേ, നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താണ്
അല്ല, എൻ്റെ അടുത്ത് ചോദിച്ചു എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ലോക്കൽ ആളുകളുടെ വീട്ടിൽ താമസിക്കാറുണ്ട്, ടെന്റ് അടിച്ച് താമസിക്കാറുണ്ട്, അങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു വേണമെങ്കിൽ എൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നോന്ന്. ഇവിടെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഇതുവഴി നടന്നു പോകുമ്പോൾ തന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും ഹായ് ഹൗ ആർ യു, എന്താ എവിടേക്കാ പോണേ, എവിടുന്നാ വന്നേ, അങ്ങനെ എല്ലാവരും ചോദിക്കും. ഇപ്പം ഞാൻ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണെങ്കിലും ബാഗൊക്കെ എടുക്കാൻ കുറേ പേര് എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ പോകുന്ന വഴിയൊക്കെ അറിയാത്തവരൊക്കെ നമ്മളത്തെ ഹായ് ബായ് എന്നൊക്കെ സംസാരിക്കും. എനിക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആൾക്കാരൊക്കെ നമ്മളോട് സംസാരിക്കും. ഈവൻ ഭാഷ അറിയില്ലേ പോലും അവർ നമുക്ക് വേണ്ടി ടൈം കണ്ടെത്തി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് സംസാരിക്കാൻ വേണ്ടി നിൽക്കും. പുള്ളിക്കാരി അവിടെ പാത്രമൊക്കെ കഴുകുവാണ് കേട്ടോ. അപ്പം ഞാൻ കഴുകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്ക് പാവം തോന്നുന്നു ഒറ്റയ്ക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ. ഏകദേശം ഒരു 200 പ്ലേറ്റ് ഞാൻ കഴുകി. കുറച്ച് ഗ്ലാസും കുറച്ച് ചെറിയ പ്ലേറ്റുകളും. എൻ്റെ ഉപ്പാടുള്ളൊക്കെ ഞാൻ ടയേർഡായി. ചത്ത് അയ്യോ, ആകെയുള്ള സമാധാനം. ഇവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട്, അതാണ് കേട്ടോ. മൊത്തം കഴിഞ്ഞതേ സാധനങ്ങൾ മൊത്തം പെറുക്കി ക്ലീൻ ചെയ്ത് അവരോട് അടിച്ചു വാരി ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകുന്നു. ഇവിടുന്ന് അടുത്താണ് വീട് എന്ന് പറഞ്ഞ് ഓട്ടോയിൽ പോകുന്നു പറഞ്ഞു. വെയ്യ അത്ര ടയർഡായി. ഓക്കെ ബൈ. പുള്ളിക്കാരി എന്തോ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഇത് മോനാണ്, മോൻ്റെ കൂടെ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂറിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ആലപ്പുഴ പോലെ ഉണ്ട്, ബ്രിഡ്ജും അപ്പുറത്ത് നോക്കുമ്പോൾ ബീച്ചും. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ ഇവിടെ ഒരു കടയൊക്കെ കാണാനുണ്ട്, തോർത്തിയൻ്റെ കട കേട്ടോ. അതിങ്ങനെ വിൽക്കുന്നു. ഇവിടുത്തെ തോർത്തിയെല്ലാം ഭയങ്കര ഹാർഡാണ് കേട്ടോ, ഭയങ്കര കട്ടിയുള്ളതാണ്, വേറെ ടേസ്റ്റുമാണ്, ഭയങ്കര കട്ടിയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി വന്നിട്ടില്ല, 1/2 മണിക്കൂറാവും എന്ന് പറഞ്ഞു. ഇവിടെ കുറേ വേസ്റ്റൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞ വീടാണ്, അതിൻ്റെ ഉള്ളിലാണ് അവർ താമസിക്കുന്നത്. മുകളിൽ ഷീറ്റും പിന്നെ മരം വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ബാക്കി ഭാഗങ്ങളൊക്കെ കണ്ടോ, ഈ പോകുന്ന വഴിയൊക്കെ ഫുള്ള് മരമാണ് കണ്ടോ. നോക്കി കണ്ടോ, ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് പാത്രങ്ങളൊക്കെ അവരുടെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ ഒരു റൂട്ട് ഉണ്ടല്ലോ, ഈ ഒരു റോഡ് പോകുന്ന റൂട്ട് ഭയങ്കര വലിയ റോഡാണ്. ഈസി ആയിട്ട് ലിഫ്റ്റ് കിട്ടാനും അങ്ങനെ പോകുന്ന ഒരു വലിയ റോഡാണ് കേട്ടോ. അപ്പോൾ പക്ഷെ ഞാൻ പോകുന്നത് ഈ റോഡിൽ കൂടെ പോയാലും വേറെ റോഡുണ്ട്, അതിൽ കൂടെ പോയാലും ഒരു സ്ഥലത്തെത്തും ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. പക്ഷെ ഇതിൽ കൂടെ പോയാൽ ഈസി ആയിരിക്കും, ലിഫ്റ്റ് കിട്ടാൻ ഈസിയാണ്, പെട്ടെന്ന് എത്തും. പക്ഷെ കാണാൻ കാഴ്ചകളൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഞാൻ മറ്റേ വഴിയാണ് പോകുന്നത്. മറ്റേ വഴി റോഡ് തന്നെ മോശമായിരിക്കും, റിമോട്ട് വില്ലേജ് ആയിരിക്കും, ടൂറിസ്റ്റുകൾ ഇല്ലാത്ത കാട്ടിലൂടെ അങ്ങനെ പോവാം. അതായിരിക്കും അഡ്വഞ്ചർ വേണമെങ്കിൽ അത്, ഈസി ആണെങ്കിൽ ഇത്. സോ ഞാൻ അഡ്വഞ്ചറാണ് ചൂസ് ചെയ്യുന്നത്. സോ ടുമാറോ മോർണിംഗ് ഞാൻ അതുവഴിയാണ് പോകുന്നത്, അഡ്വഞ്ചർ ആയിട്ടുള്ള റൂട്ട് വഴി. ഈ ഗ്രാമത്തിലാണെങ്കിൽ കറണ്ട് ഇല്ല, അതെന്താന്ന് എനിക്കറിയില്ല. മൊത്തത്തിൽ പോയിക്കാന്ന് തോന്നുന്നു കണ്ടോ, മൊത്തത്തിൽ ഇരുട്ടാണ്, എല്ലാം അവിടെ ഇരുട്ടാ. അപ്പം അത് വരുമായിരിക്കും, കാരണം ഉള്ളിൽ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ വരുമെന്ന്.
കറണ്ട് ഇന്ന് രാത്രി വന്നില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. അവര് വന്നിട്ടുണ്ട്, പുള്ളിക്കാരി എനിക്ക് വീശാൻ വേണ്ടിയത് ഒരു അടപ്പൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ അത് വെച്ച് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പഴയ കാലത്തിലേക്ക് പോയി. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കറണ്ടൊക്കെ പോകുമ്പോൾ, കറണ്ട് ചിലപ്പോൾ പവർ കട്ട് ഉണ്ടായില്ലേ, ഒരു അരമണിക്കൂർ പവർ കട്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ എന്താ പറയുക, മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് വെച്ച്, ക്യാൻഡിലിന് പകരം മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച്, ചിമ്മിനി വിളക്ക്, മുട്ട വിളക്ക്, അതൊക്കെ കത്തിച്ച് വെച്ച് ഇത് വീശറി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലേ, ഒരു ഓലയും കൊണ്ടുണ്ടാക്കി ഇങ്ങനെ കളറ് സാധനം, സൈഡിൽ തുണിയൊക്കെ ആയിട്ട് അതും പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഒരു ടൈപ്പ് വീശറി, അത് വെച്ച് ഇങ്ങനെ വീശുമായിരുന്നു. പിന്നെ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ വീശുമായിരുന്നു. അപ്പൊ നല്ല കാറ്റായിരുന്നു. ഇപ്പൊ കറണ്ട് വരില്ലേ, ഇപ്പൊ കറണ്ട് വരും എന്ന് പറഞ്ഞിട്ടിരിക്കുക. അതുപോലെ ഞാനിവിടെ ഇരിക്കുക, ഇപ്പൊ കറണ്ട് വരും എന്ന് പറഞ്ഞിട്ട് വന്നാ മതിയായിരുന്നു. എൻ്റെ അടുത്ത് പുള്ളിക്കാരി പറയാ, ഗോത്തമലയിൽ അത് നോർമലാന്ന്, ഇവിടെ അത് നോർമലാന്നാ പറയുന്നത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ എനിക്ക് എഴുതി കാണിക്കുകയാണ് കേട്ടോ. നോക്കിയേ, എന്താണ് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഫാന് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇട്ടുതരാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇവിടെ കറണ്ട് വന്നു കേട്ടോ. അതേ ഇതാണ് അപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ, മരം വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ താഴേക്ക് ഗ്യാപ്പ് ഉണ്ട്, താഴെ ഇങ്ങനെ മണ്ണിങ്ങനെ കാണാം. കൊതുക്കെ വരും, കൊതുണ്ട്. ഞാൻ മോസ്കിറ്റോ റെപ്പല്ലൻ്റ് എല്ലാം തേച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു ഹാളും പിന്നെ ഇവിടെ ഒരു റൂമും. അവിടെ ഓൾറെഡി കുറച്ച് ആൾക്കാരുണ്ട്, പുള്ളിക്കാരനും പിന്നെ 3 മക്കളുണ്ട്. കണ്ടോ, 2 ബെഡുണ്ട്. സ്ഥലമൊന്നുമില്ല, ഇങ്ങനെ ഫുള്ള് കൺജസ്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. ഒരു കുട്ടി ഫാനുണ്ട്, അത് ഭാഗ്യം. ഭയങ്കര കൊതുവും ചൂടുമാണ് കേട്ടോ. ഞാൻ കുളിക്കാൻ വേണ്ടി സ്ഥലം ചോദിച്ചതാണ്, പക്ഷെ അവർക്ക് കുളിക്കാനായിട്ടുള്ള സ്ഥലമില്ല. അതാണ് ടാസ്ക്. പിന്നെ അവർ പറഞ്ഞു വെള്ളം ഇപ്പം ഇല്ല, വെള്ളം ഒപ്പിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് അവരിവിടെ നിന്നിട്ടാണ് കുളിക്കാറെന്ന് രാത്രി സമയങ്ങളിൽ. പിന്നെ ബാക്കിലൊരു സ്ഥലമുണ്ട്, അപ്പം അവിടെ കുറച്ച് വെള്ളമുണ്ട്. വെള്ളം കിട്ടുന്ന സമയത്ത് അവരങ്ങനെ കുളിക്കും. അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എന്നോട് പറഞ്ഞു. കുളിക്കാനൊന്നും ബാത്റൂം ഇല്ല ഇവിടെ, അങ്ങനെയാണ് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അടുത്ത വീടാട്ടാ, നമ്മുടെ വീടല്ല. കണ്ടോ, ഇവിടെ നിന്നിട്ടാണ് അവർ കുളിക്കുന്നത്, ലൈറ്റ് ഓഫ് ചെയ്തിട്ട്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസ്. അതിൻ്റെ താഴെയൊക്കെ വേസ്റ്റും ചെളി കണ്ടാ, അങ്ങനെ ചെളി, എക്സ്ട്രീം ആയിട്ടുള്ള ചെളിയും പ്ലാസ്റ്റിക്കും ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും. വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കുളിക്കാം. എനിക്കാണെങ്കിൽ ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രാത്രി കുളിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുറച്ച് വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു. അവിടെ ഓപ്പൺ ആയിട്ടോ എവിടെ നിന്ന് വേണമെങ്കിൽ കുളിക്കാൻ ഞാൻ റെഡിയാണ്. എനിക്ക് ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്. ഇവിടെ ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പുള്ളിക്കാരി. ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട്. എഗ്ഗും പിന്നെ പഴം പുഴുങ്ങിയത്. ഇവിടെ പഴം പുഴുങ്ങിയിട്ട് മാത്രമാണ് കേട്ടോ കഴിക്കുള്ളൂ, കുക്ക് ചെയ്തിട്ട്. നമ്മളെ നാട്ടിൽ പോലെ റോ ആയിട്ട് അവർ കഴിക്കൂല. അപ്പം ഇതാണ് തോന്നുന്നു ഡിന്നർ. ഇതാ അപ്പോൾ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. പുഴുങ്ങിയ പഴവും ബീൻസും പിന്നെ എഗ്ഗും. ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇന്ന് തല നനച്ചിട്ടില്ല. ഞാൻ ഇന്ന് വെളുപ്പിനാണ് തലയൊക്കെ നനച്ചത്. തല എപ്പോഴും നനച്ചു കഴിഞ്ഞാൽ ഉറങ്ങുന്ന ടാസ്ക് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ അസുഖം പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു നല്ല ഹോസ്പിറ്റൽ പോലും ഇല്ല പോവാൻ. അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ത് ചെയ്യാനാ. ഇന്നാണെങ്കിൽ ഇവിടെ നല്ല കൊതുവാണ്, നല്ല ചൂടും. മേലൊക്കെ ഒന്ന് കുളിച്ചു, അതും ഓപ്പൺ ആയിട്ട് നിന്നിട്ടാണ് കുളിച്ചത്. ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ ഒരു ഓപ്പൺ സ്പേസിൽ നിന്നിട്ടാണ് കുളിച്ചത്. വേറെ ഇവിടെ കുളിക്കാൻ ഓപ്ഷൻ ഇല്ല. സോ ജസ്റ്റ് ഒരു കർട്ടൻ പോലെ ഒരു സാധനം ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ കർട്ടൻ പോലെ ഞാൻ ഇട്ടു, ഒരു പേരിന്, അത്രേ ഉള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഇരുട്ടായതുകൊണ്ട് അങ്ങനെ കാണൂല. സോ ഇവരെപ്പോഴും ഇരുട്ടത്തൊക്കെയാണ് കുളിക്കുന്നത്. അപ്പം ഞാൻ കിടന്നുറങ്ങാൻ പോട്ടെ. ഇന്നെങ്കിലും എനിക്കൊന്ന് ഉറങ്ങണം എന്നുണ്ട്. ഇന്നും കൂടെ ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ നാളെ ആകുമ്പോഴേക്കും എൻ്റെ പരിപാടി സീനായിരിക്കും. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഒടുക്കത്തെ ചൂടാണ് കേട്ടോ. ഞാൻ വേർത്തൊലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നോക്ക്, സൺസ്ക്രീൻ ഇട്ടാണ്. എല്ലാവരും കമന്റ് ഇടുന്ന കണ്ടു, സൺസ്ക്രീൻ ഉപയോഗിക്കുന്നില്ലേ. സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോഴുള്ള ഇതാണ് ഞാൻ കാണുന്നത്. ഇട്ടിട്ട് 5 മിനിറ്റ് ആയിട്ടില്ല, ഇട്ടിട്ടേ ഉള്ളൂ. സമയം രാവിലെ 8:30 ആണ് കേട്ടോ. രാവിലെ 8:30 ആയപ്പോഴേക്കും ഫുള്ളിങ്ങനെ ഒലിച്ചിറങ്ങുവാണ്, വേർക്കുവാണ്. 2 മണിക്കൂർ കൂടുമ്പോൾ സൺസ്ക്രീൻ ഇട്ടാൽ മതി പറഞ്ഞിട്ട് 2 മണിക്കൂർ പോയിട്ട് 5 മിനിറ്റ് അത് നിൽക്കൂല. കാരണം അപ്പോഴേക്കും അത് വേർത്തൊളിക്കും. അതും ഞാൻ അധികം വേർക്കാത്ത ഒരാളാണ്, എന്നിട്ടാണ് ഇങ്ങനെ. അധികം സ്വെറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ കുളിക്കാനുള്ള വെള്ളം കിട്ടിയേനെ. അത്രയ്ക്കും ചൂടാണ് ഇവിടെ. ഇപ്പോൾ 41 ഡിഗ്രിയാണ് രാവിലെ 8:30. കുറച്ച് കഴിയുമ്പോൾ അതിൽ കൂടുതലാവും. അതാണ് എൻ്റെ സൺസ്ക്രീനിൻ്റെ അവസ്ഥ. ഞാനിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കണം.
അവര് ജോലിക്ക് പോയിട്ടോ, ആ റെസ്റ്റോറന്റ് എല്ലാം ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. ഇവിടെ നിർത്താൻ സ്ഥലമില്ല, അതാണ് പ്രശ്നം. ബൈക്കൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ടുണ്ടാവും, പക്ഷെ വലിയ വണ്ടി നിർത്താൻ പാടാ. ചിരിച്ചിട്ട് പോന്ന് ഒരു ബൈക്കിലൂടെ ചെറിയൊരു ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് ഒരു 600 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ റോഡിലേക്ക് കയറും. ആ റോഡ് പിന്നെ എനിക്ക് നേരെ പോകാനുള്ളത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ തമാലിസ് ആണ് കഴിക്കുന്നത്. അത് ഓരോ നാട്ടിലെയും തമാലിസ് ഡിഫറെൻ്റ് ആണ്. ഇതിൽ ചിക്കൻ ഉണ്ട്, വേറെ എന്തൊക്കെയും ഉണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ പറഞ്ഞിട്ടില്ല, വേറെ എന്തൊക്കെയാ ഉള്ളതെന്ന് ചോദിക്കുന്ന പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പോയോന്ന് പറഞ്ഞാൽ ചിക്കനാണ്. അപ്പോൾ അത് പറയുന്നു. ഊനോ പോയോ എങ്ങനെയാ, എത്ര എണ്ണാന്തോ, എത്ര രൂപയാ ഒന്നും അറിയില്ല. ഇതിന് 15 കേട്ടോ വരുന്നത്. നല്ല ചൂടുണ്ട്. 3 എണ്ണം ഉണ്ട് കേട്ടോ. ചിക്കൻ്റെ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. തുറന്നു നോക്കുമ്പോ അറിയാം എന്താ സാധനം എന്ന്. ഇതേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കഴിച്ചോട്ടെ. ചിക്കന്റെ ഫീലൊന്നും ഇല്ല കേട്ടോ. ആ ഒരു കോണും എന്തോ ഒരു സാധനവും. ചിക്കന്റെ ഒരു ടേസ്റ്റും ഫ്ലേവർ ഒന്നും ഇല്ല. ഇതിന് 5 കെച്ചാലാണ് വരുന്നത്. ഞാൻ പപ്പായ മേടിച്ചിട്ടുണ്ട്, പിന്നെ മാങ്ങയുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, വാട്ടർമെലോൺ ഉണ്ട്. വേറെ എന്തെങ്കിലും ഒരെണ്ണം കൂടെ മേടിക്കണം. ഞാനൊരു വാട്ടർമെലോൺ കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട്. നമ്മളെ നേന്ത്രപ്പഴം പുഴുങ്ങി ഇന്നലെ അല്ല ഞാൻ കഴിച്ചത്, അത് പുഴുങ്ങിയിട്ടാണ്. ഇവിടെ മാങ്ങ നോക്കി നല്ല രസമുണ്ട് കേട്ടോ കാണാം. പക്ഷെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ടേസ്റ്റ് അടിപൊളി ആവാനാണ് ചാൻസ്. നല്ല രസമുള്ള കളറ് നോക്കിയേ. നമ്മുടെ നാട്ടിലുണ്ട് തോന്നുന്നു ഇതുപോലെ ഇമ്പോർട്ടൊക്കെ ചെയ്ത് വരുന്നത്. മഞ്ഞയും ഗ്രീനും ആ ഒരു റെഡ് കളറൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കണ്ടോ, വലുതാണ് കേട്ടോ. ഭയങ്കര വലിയ മാങ്ങയാണ്. ഒരെണ്ണം കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അറിയാം. കണ്ടോ, എൻ്റെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ കൈ കാണാൻ പറ്റൂല, അത്രയും വലിയ മാങ്ങയാണ്. ഒരെണ്ണമായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് തന്നെ ഒരു 1/2 കിലോ ഉണ്ടാവും. അത്രയും മേടിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു മാർക്കറ്റാണിത്, ചെറിയൊരു ടൗണും മാർക്കറ്റും എല്ലാം കൂടെ സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യുന്നൊരു സ്ഥലമാണ്. എനിക്ക് ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പോകുന്ന വഴി കണ്ടോ, 2 സൈഡും കാടും, അടിപൊളി ഒരു റോഡാണ്. നല്ല റോഡ് എനിക്ക് വേറെ ഉണ്ടായി, പെട്ടെന്ന് എത്താൻ പറ്റുന്നത്. ആ റോഡ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു റോഡ് ചൂസ് ചെയ്തത്. പക്ഷെ ഇതിലാണെങ്കിൽ വില്ലേജസ് കാണാം, കൾച്ചർ കാണാം, അടിപൊളി ജംഗിള് കാണാം. അങ്ങനെ ഒരു അടിപൊളി വഴിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വഴി ചൂസ് ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ച് കയറിയ ആള് എന്താ പറയുക, ഫോറസ്റ്റിൻ്റെ തന്നെ എന്തോ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കയ്യിൽ തോക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സേഫാണ്. ഈ ചൂടിൽ നല്ല തണുത്ത ഇളനീര് കുടിക്കുമ്പോൾ നല്ല രസമുണ്ട്. ഇതില് കഴിക്കാനുള്ളതും ഉണ്ട് കേട്ടോ. നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഈ ഒരു ഇളനീരിന് വരുന്നത് 20 കേട്ടോ. സാധാരണ ഞാൻ മേടിക്കാറ് 5-നാണ്. പക്ഷെ ഇത് ഇവിടെ അവർ വെയിലത്ത് ഇങ്ങനെ വന്ന് നിന്നിട്ട് അങ്ങനെ ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ടായിരിക്കും ഇത്ര റേറ്റ്. അല്ലെങ്കിൽ അവർ ഇത്ര മേടിക്കില്ല. കാരണം അവർ ഇത് വെട്ടിയിട്ട് അത് മാത്രമായിരിക്കും അവരുടെ ജോലി മാർഗം. ഈ ഒരു വാട്ടർഫാളിലേക്ക് പോകണമെങ്കിൽ 20 കെച്ചാൽ കൊടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. 20 കെച്ചാൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 250 ഇന്ത്യൻ റുപ്പിയാണ് വരുന്നത്. അത് ഓക്കെയാണ്. വാട്ടർഫാളിനൊക്കെ വേറെ കൺട്രിയിൽ സാധാരണ പോകണമെങ്കിൽ അതിൽ കൂടുതൽ റേറ്റ് വരാറുണ്ട്. പക്ഷെ ആ ഒരു ഡ്രിങ്ക് കുടിച്ചില്ലേ, അത് ഭയങ്കര കൂടുതലാണ്. പക്ഷെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് ചോദിക്കാനൊന്നുമില്ല. സോ ഇതുവഴി എത്ര കിലോമീറ്റർ നടക്കണം എന്നൊന്നും എനിക്കറിയില്ല. ഇതുവഴി ഇങ്ങനെ നടന്നു പോകണം. ചെറിയൊരു അരുവി സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട്. നല്ല കാറ്റും നല്ല എന്താ പറയുക, നല്ല രസമുള്ള വഴിയാണ്. കാരണം നല്ല ചൂടാണ് റോട്ടിൽ നിൽക്കാൻ. ഇവിടെ മൊത്തം മരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കണ്ടോ, ഒരു വെയിൽ പോലും അടിക്കുന്നില്ല. നല്ല രീതിയിൽ പച്ചപ്പാണ്. അപ്പം അതുകൊണ്ട് നല്ല രസമാണ് നടക്കാൻ. ചൂടാണെങ്കിൽ എങ്ങോട്ടും പോകാൻ തോന്നൂല. പക്ഷേ ഈ ഒരു സമയത്ത് വാട്ടർഫാളിലൊക്കെ ഇങ്ങനെ പോയി ഇരിക്കാനേ തോന്നും. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് റിലാക്സ്ഡ് ആയിട്ടാണ് പോകുന്നത്. കാരണം സാധാരണ ഓടിപ്പിടിച്ച് പോയി കഴിഞ്ഞ ദിവസമൊക്കെ വാട്ടർഫാളിൽ പോയിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യണം തോന്നി എനിക്ക്. പക്ഷേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ആ സൈഡിലെല്ലാം വില്ലേജ് കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ടായിരിക്കും ഇവിടെ ഒന്നും അങ്ങനെ അധികം വെള്ളമില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇനിയിപ്പോൾ റെയിനി സീസൺ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ മെയ് ലാസ്റ്റ് ആകുമ്പോൾ തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ മെയ് ലാസ്റ്റ് ആവാനായി.
അപ്പോൾ അടുത്ത മാസമൊക്കെ ഇനി മൊത്തം മഴയായിരിക്കും. ഇപ്പോൾ റെയിൻകോട്ടോ അംബ്രല്ലൊക്കെ മേടിക്കേണ്ടി വരും. ആ കെച്ചാലോ? പൈസയാണോ ചോദിക്കണേ? കെച്ചാലെന്ന് വെച്ചാൽ പൈസയാ? പൈസ ചോദിക്കുവാണോ എൻ്റെ അടുത്ത്? അല്ല, എൻ്റെ അടുത്തില്ല മക്കളെ. മിഠായി പോലും ഇല്ലല്ലോ തരാൻ. ഉണ്ടായിരുന്ന മിഠായിയൊക്കെ ഞാൻ അവർക്ക് കൊടുത്ത്. എൻ്റെ തരാനായിട്ട് ഒന്നുമില്ല. എൻ്റെ മറ്റേ ഇതിരിക്കുന്നുണ്ട്, എന്തായാലും പറയാ, തമാലീസ്. അത് കൊടുത്തു നോക്കിയാലോ? കൊടുത്തോട്ടെ. ഞാൻ ക്യാമറ അവരുടെ കയ്യിൽ തന്നെ കൊടുത്തേക്കാം കേട്ടോ. 2 ഉണ്ട്. ഞാൻ ഒരെണ്ണമാണ് എന്താ പറയാ കഴിച്ചിട്ടുണ്ടായിരുന്നു. 3 ഉണ്ടായിരുന്നു. പോയി 2 കൊടുത്തു കേട്ടോ. തിരിച്ചു വരുമ്പോ ഞാൻ പട്ടിണി വിശന്നിട്ടാണ് ഞാനത് മേടിച്ചത്. ഇതെന്താ ഇവിടുന്ന് അങ്ങോട്ട് പോവാന് ഒരു ഇത് നടന്നു പോകുന്ന ആൾക്കാർ കണ്ടൊരു വള്ളി കെട്ടി വെച്ചേക്കുന്നു. ഇവര് എനിക്ക് തോന്നുന്നു അപ്പുറത്തെ വീട്ടിലുള്ള പിള്ളേരാണ്. ഇതുവഴി ക്രോസ് ചെയ്ത് വന്നേക്കാണ് കേട്ടോ. ഞാൻ ബാഗ് അവിടെ വെക്കാന്ന് ചോദിച്ചാലോ? ബാഗായിട്ട് നടക്കുന്ന ടാസ്കാന്ന് തോന്നുന്നു. ബാഗ് casa come പിള്ളേർക്ക് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പുറത്തേക്ക് വരാന്, വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിട്ടോ. ഷൂ വരണം, അല്ലാണ്ട് കിടക്കാൻ പറ്റില്ല. വെള്ളമാണ് കണ്ടോ, പുഴയാണ് പുഴ. വെള്ളം കുറവായതുകൊണ്ട് ഇന്ന് ഇതുവഴിയാണോ പിള്ളേർ കയറുന്നത്? കണ്ടോ, ഷൂ ഉരണ്ടി വരും. ഞാനിത് എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ ഒരു വീട്ടിൽ. ഗ്രാസിയാസ്. ഓക്കെ. അയ്യോ, ബാഗായിട്ട് നടക്കണമെങ്കിൽ ടാസ്ക് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ ബാഗ് എടുക്കുന്നില്ല. എൻ്റെ ആണെങ്കിൽ ചാർജും കുറവാണ്. ഓക്കെ, ഗ്രാസിയാസ്. ഞാൻ പോയോട്ടെ. എത്ര ദൂരം ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും കണ്ടോ, ഇതുവഴിയാണ് ഞാൻ കയറി വന്നത്. പിള്ളേരൊക്കെ വലിയേറി വരുന്നുണ്ടോ അതുവഴി. അക്കി വാസ ദുർമീർ. ദുർമീർ എന്ന് വെച്ചാൽ സ്ലീപ്പിംഗ് എന്നാണ്. അക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ. അപ്പൊ ഇവിടെയാണോ ഉറങ്ങുന്നേ എന്നായിരിക്കും അല്ലേ? അക്കി ആയിരിക്കും. ഇവിടെ അല്ല പക്ഷെ ഉറങ്ങണേ. ഞാൻ എന്താ സ്ലിപ്പർ ഇട്ടു കേട്ടോ. ഞാൻ എടുത്തു വെച്ചു. ഷൂ എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ വെള്ളത്തിന് എന്താ ചൂട്? ഇവിടെ ചൂട് ഹോട്ട് സ്പ്രിങ് ഉണ്ട് എന്ന് കേട്ടു, പക്ഷെ തണുത്ത വെള്ളവും പ്ലസ് ഹോട്ട് സ്പ്രിങ് എന്നാ കേട്ട്. ഇത് പക്ഷെ ഇവിടെ ചൂടാ. ഈ വെള്ളത്തിന് ഭയങ്കര ചൂടാട്ടോ. കുറച്ച് വെള്ളം വരുന്നുള്ളൂ. ഞാനപ്പോ നടന്നു പോട്ടെ. ഇതുവഴിയാന്ന് തോന്നുന്നു. പിള്ളേർക്ക് വരാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. വരാൻ പറ്റുവാണെങ്കിൽ അവർക്ക് വരാം. ടിക്കറ്റ് എടുത്തിട്ടാണ്. പക്ഷെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് ചിലപ്പോൾ ഫ്രീ ആയിരിക്കും, കാരണം ഇവർ അതിനോട് ചേർന്ന് തന്നെയാണല്ലോ വീട്. അപ്പോൾ ബാഗ് എടുത്ത് വെച്ചപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായിട്ടോ. ഈ ബാഗായിട്ട് നടക്കാൻ പാടായിരുന്നു. ഇവിടെ 2 വഴി കാണുന്നുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്. ഇതുവഴിയാന്ന് തോന്നുന്നു. ഹായ്, ദിസ് വേ വാട്ടർഫാൾ? No, poquito. Okay. This way? Pagas la entrada. 20 quetzales. Ticket, yeah. Yes. Ticket. ഓ, ടിക്കറ്റ് നോക്കണ ആളാണ് കേട്ടോ. ഞാൻ ടിക്കറ്റ് അവിടെ വെച്ച്. ആള് ടിക്കറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഇവിടെ നിന്ന് ഒഴുകാതെ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്. ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ടോ, മുകളിലേക്ക് വീടുകളും കാണാൻ പറ്റുന്നുണ്ട്. ട്രിന്നുള്ള മറ്റേ ചീവീടുണ്ടല്ലോ, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. നല്ല രസമുണ്ട് ഇതുവഴി നടക്കാൻ. ഇപ്പോൾ റോട്ടിൽ നിന്നിട്ട് ലിഫ്റ്റ് അടിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ, ഭയങ്കര ചൂടാണ്. പക്ഷെ ഇപ്പം നല്ല രസമുണ്ട്. കാറ്റൊന്നും വീശുന്നില്ല, പക്ഷെ മരങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ തണലിലൂടെ നടക്കാൻ അടിപൊളിയാണ്. ഈ വെള്ളം ഒഴുകി വരുന്നുണ്ടല്ലോ, ഞാൻ നേരത്തെ ക്രോസ് ചെയ്ത ആ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കുറച്ച് വെള്ളം, അത് മൂച്ചിക്കളോർ എന്ന് പറയും. മൂച്ചിക്കളോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കൂടുതലാണ്, ഭയങ്കര ചൂടാണ് എന്നാണ് അർത്ഥം. പക്ഷേ പ്രിയോ എന്ന് പറഞ്ഞാൽ തണുപ്പുള്ളതും ഉണ്ട്, മൂച്ചിക്കളോറും ഉണ്ട്, രണ്ടും ഉണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. കിരി 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 എന്നും പറഞ്ഞ സൗണ്ടാണ്. മൊത്തം ഫുൾ ചീവിടാന്ന് തോന്നുന്നു ഈ ഫോറസ്റ്റ് മൊത്തം. കേരളത്തിൽ മാത്രമാണ് ഞാനിങ്ങനെ സമ്മർ ടൈമാണെങ്കിലും ഇങ്ങനെ ചെറിയ അരുവിയും പിന്നെ ഇത്രയും പച്ചപ്പൊക്കെ കാണാൻ പറ്റുന്നത്. ബാക്കി എവിടെയും കാണാൻ പറ്റില്ല. മഴക്കാലത്ത് മഹാരാഷ്ട്രയൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ സമ്മറിൽ പോയി കഴിഞ്ഞാൽ ആ സ്ഥലമേ അല്ലാന്ന് വിചാരിക്കും, വേറെ തന്നെ ഒരു സ്ഥലമായിരിക്കും. ഇവിടെ ഉണ്ടോ മൊത്തം നല്ല ഗ്രീനറിയാണ്. ഞാനിതാ വാട്ടർഫോളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ആഴമൊന്നുമില്ല കേട്ടോ, ചെറിയ ആഴമുള്ളൂ.
ആഴമില്ല, ഒരുപാട് ആഴമില്ല. എനിക്ക് തോന്നുന്നു ആ അറ്റത്ത് മാത്രം കുറച്ച് ആഴമുണ്ട്. ഞാനിപ്പോൾ പാൻ്റ് ഇട്ടിട്ടാണ് ഇറങ്ങിയത്, ഡ്രസ്സ് ഞാൻ മാറ്റിയിട്ടില്ല. ആദ്യം എത്ര ആഴമുണ്ട് നോട്ട്. കണ്ടോ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്, നിലെല്ലാം കാണാൻ പറ്റുന്നുണ്ട്, അടിപൊളി. ആഴം ഇങ്ങനെ കൂടി വരുന്നതെന്ന് തോന്നുന്നു. ഞാൻ പാൻ്റ് എന്തായാലും നനച്ച്. ചൂടാ പക്ഷെ വെള്ളം ഭയങ്കര ചൂടുവെള്ളമാണ്. ഇത് മറ്റേ ഹോട്ട് സ്പ്രിങ് ആണേ. അവിടെ എനിക്ക് തോന്നുന്നു തണുപ്പാണ്. ഇത് അവിടെ ഒക്കെ നല്ല കേസൊക്കെ ഉണ്ട്. അപ്പുറത്തേക്ക് പോകാൻ തോന്നുന്നു, കാട്ടിനുള്ളിൽ കൂടെ കയറിയിട്ട്. സമ്മർ ആയതുകൊണ്ടായിരിക്കും, ഒരുപാട് വെള്ളമൊന്നും ഇല്ല. നോക്ക് ഇവിടുത്തെ ഇതുണ്ടോ, ഇതൊക്കെ എല്ലാം നല്ല കേസാണ്. ഞാനിതാ ഡ്രസ്സ് മാറാൻ വേണ്ടി പോവാണ് കേട്ടോ. അവരെനിക്ക് ടവല് തന്നിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ആയിട്ടാണ് എല്ലാവരും മാറുന്നത്. അപ്പോൾ ജസ്റ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇത് എനിക്ക് അവർ തന്നിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ് മാറുന്നത്. ആഴമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ഏറ്റവും അറ്റത്ത് പോയാലും ഇത്രയും വെള്ളം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങില്ല വിചാരിച്ചതാ. ഞാനിതാ ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. ആഴമുണ്ടോ, ആഴമില്ലെന്നാണ് ഇവർ പറഞ്ഞത്. പോയി നോക്കാം. പിള്ളേരൊക്കെ ഇത് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ എന്തായാലും ആഴമില്ല. ഞാൻ വെള്ളം നനയേണ്ട പറഞ്ഞിട്ട് ഗോപ്രോ കവർ ഇട്ടേക്കാണ്. അപ്പോൾ ബ്ലറായിട്ടായിരിക്കും കാണുന്നത്, ഒരുപാട് കാണാൻ ചാൻസ് ഇല്ല കേട്ടോ. അത് ഹോട്ട് സ്പ്രിങ് ആണ്, ഹോട്ട് സ്പ്രിങ്. മുച്ചിക്കൊള്ള ഇത് ഭയങ്കര ചൂടാ, പൊള്ളി പോകുന്ന വെള്ളാട്ടാ, പൊള്ളി പോകുന്ന വെള്ള, തൊടാൻ പറ്റില്ല. ഭയങ്കര ചൂടാ വെള്ളത്തിന്, ഭയങ്കര ചൂടാട്ടാ വെള്ളം. ഇവിടെ ഇത്ര വരെ വെള്ളമുള്ളൂ, അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ വരെ ഉണ്ടാവും കേട്ടോ. അത്രയാണുള്ളത്. ചൂടാണ്, ഇത് ഒടുക്കത്തെ ചൂടാ. പക്ഷെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. ആക്ച്വലി വാട്ടർഫാൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ചില സ്ഥലത്ത് ഭയങ്കര തണുപ്പ്, ചില സ്ഥലത്ത് ഭയങ്കര തണുപ്പ്, ചില സ്ഥലത്ത് ഭയങ്കര ചൂട്. ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. നല്ല രസമാണ്. കുറേ മീനുകളൊക്കെ ഇങ്ങനെ അടിയിൽ കൂടെ പോയിട്ട് ഭയങ്കര റിഫ്രഷിംഗ് ആണ്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ നല്ല രസമുണ്ട്. ആഴമില്ല, അതാണ് എനിക്ക് സമാധാനമായിട്ട് ഞാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ ഈ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നീന്തി, എനിക്കറിയില്ല എങ്ങനെയാണ്. തന്നെ ഗോഗിൾസ് വെച്ചിട്ട്
മുകളിൽ കൂടെ ഇങ്ങനെ പോലുണ്ട്. പക്ഷെ അടിയിൽ കൂടെ ഞാൻ പോയിട്ടില്ല. അതെങ്ങനെയാന്ന് എനിക്കറിയില്ല. ഭയങ്കര സന്തോഷം. ഞാൻ കാണിച്ചു തരാട്ടോ. നോക്കോ, ഇപ്പൊ ശരിയാവുമെന്ന് എനിക്കറിയില്ല. രണ്ടോട്ട് ശരിയായി. കണ്ടോ, എനിക്കറിയില്ല എന്താണ്ടായത്. കറക്റ്റ് ആണോന്നും എനിക്കറിയില്ല. ശരിക്കും പറ്റുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. സാധാരണ എനിക്ക് പറ്റാറില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. കറക്റ്റാണോ എനിക്കറിയില്ല. ട്രൈ ചെയ്യാം. ആക്ച്വലി ഒരു കയ്യിൽ ഗോപുരമാണ്. മൂക്കിനൊക്കെ വെള്ളം വരുന്നത്. ഒരു കയ്യിൽ ഗോപുരം വെച്ചിട്ടാണ് ഞാൻ നീന്തുന്നത്. ഗോപുരം ഇല്ലാന്ന് നീന്താൻ എങ്ങനെ ശരിക്കും വെറുതെ താഴേക്ക് പോയതാ. പിന്നെ തന്നെ ചീത്തായി. നോട്ടേട്ടാ, കേട്ടോ. എനിക്ക് ആക്ച്വലി വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ നീന്തി എന്നുള്ളതല്ല. ഞാൻ നോർമലി നീന്തുന്ന വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് ഇങ്ങനെ നീന്തി പോകാറുണ്ട് പേടിച്ചിട്ട്. പക്ഷെ ഇത് ഞാൻ അടി കൂടെ നീന്തി തന്നെ ഗോപ്രായിട്ട് വെറുതെ ഇങ്ങനെ പോയതാ. അപ്പൊ കാല് വിട്ടുപോയി അറിയാതെ. കാല് വിട്ടുപോയപ്പോ ഗോപ്ര എന്റെ കയ്യിലുണ്ട്. കൈ വെച്ച് കഴിക്കുമ്പോ എന്താ പറയേണ്ടതെന്ന് എനിക്കല്ല. ഐ എം സോ ഹാപ്പി. സീരിയസ്ലി എനിക്ക് എന്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ പേടിയില്ലാണ്ട്, വെള്ളത്തിന് ആഴമില്ല, ഇവിടെ വരെ മാക്സിമം ഉള്ളൂ, എന്നാലും പേടിയില്ലാണ്ട്. അവിടെ സ്വിമ്മിംഗ് പൂളിൽ പോലും എനിക്ക് പേടിയാ. അണ്ടർ വാട്ടർ ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഇവിടെ ഞാൻ വെള്ളത്തിനടിയിൽ അങ്ങനെ നീന്തി എന്ന് പറയുമ്പോൾ അത് പ്രൗഡ് ഓഫ് മൈ സെൽഫ്. കാരണം എനിക്ക് ലോകത്ത് ഏറ്റവും പേടിയുള്ള കാര്യമാണ് വെള്ളം. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് പോയാൽ മേ ബി അടുത്ത ദിവസം പേടിയൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ എന്നാലും ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അത് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്ട് ഉണ്ടായിപ്പോയതാണ്. തന്നെ നീന്തിയതാണ് ഞാൻ. ഞാനെന്തായാലും ഇന്ന് ഭയങ്കര ഹാപ്പി ആട്ടോ. ഭയങ്കര ഹാപ്പി. ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ഹാപ്പിയാണ്. ഓക്കെ, എനിക്കിവിടെ പോകാനാവുന്നില്ല. എനിക്ക് ഭാഗ്യമാണ് എനിക്കിന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നിയതും. ഞാൻ വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇവിടെ ടൂറിസ്റ്റ് അല്ലാണ്ട് കുറേ പിള്ളേർ ഈ ഗ്രാമത്തിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവരൊന്നും പറയൊന്നുമില്ല. പിന്നെ ഫ്രണ്ട്ലി ആൾക്കാരാണ് എല്ലാവരും. അതുകൊണ്ട് കുഴപ്പമില്ല. ശരിക്കും ഇത് പൊള്ളി പോകുന്ന ചൂടാണ്. ആ വെള്ളം തൊടാൻ പറ്റില്ല. റിപ്പീറ്റഡ് ആയിട്ടുള്ള സെയിം സാധനം ഉണ്ടാവും, ക്ഷമിക്കണം. ഞാൻ എൻ്റെ സന്തോഷമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അതായത് കുറേ അടി കൂടെ നീന്തുന്ന ക്ലിപ്പ് ഞാൻ ഇടുന്നുണ്ടാവും. കാരണം എനിക്കത് എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. ബോറടിക്കുന്നവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാട്ടോ. കാരണം എനിക്കിത് ഇടണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സത്യം ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒറ്റയ്ക്ക് നീന്തി പോയി നോട്ടെ. കയ്യിൽ ഒരെണ്ണം വെച്ചിട്ട് അത് ഇച്ചിരി നീന്താൻ പറ്റുള്ളൂ. അവിടെ ചൂട് പറ്റിയപ്പോൾ അധികം നീന്താൻ പറ്റിയില്ല. മീനുകളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് എങ്ങനെ നീന്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഗോപ്രം എടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കാണിച്ച സമയത്ത് തന്നെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആക്കി കാല് വിട്ടപ്പോൾ തന്നെ ആയി. എനിക്കറിയില്ല, എനിക്കിവിടെ ഉറപ്പുണ്ടല്ലോ ഞാൻ മുങ്ങിപ്പോയില്ലാന്ന്. ഈ മുങ്ങിപ്പോയില്ല രക്ഷിക്കാൻ ആൾക്കാരുണ്ട്. ആ ഒരു വിശ്വാസം, ആ ഒരു കോൺഫിഡൻസ് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാ. എത്രയായാലും മാക്സിമം ഇത്രേ വരുള്ളൂ വെള്ളം. അതറിയാവുന്നതുകൊണ്ട് മാത്രം.
നീന്താൻ പഠിക്കണം, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ട് അത് പഠിക്കണം. അതെങ്ങനെയാന്ന് എനിക്കല്ലേ, ട്രൈ ചെയ്തോട്ടെ, എല്ലാം പറ്റും. ഞാൻ മുങ്ങി പോവാ, ട്രൈ ചെയ്യട്ടെ. ഞാൻ ക്യാമറ എല്ലാം അവിടെ എടുത്തു വെക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, വീണ്ടും വീണ്ടും കൊതിയാണ്. പേടി മാറിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ പല രീതിയിൽ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ക്യാമറ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അതെല്ലാം കൈ പിടിച്ച് പോവാൻ. സോ ഞാൻ ക്യാമറ എല്ലാം ഇവിടെ വെച്ചിട്ട് പോവാൻ കേട്ടോ. നോക്കട്ടെ എന്താവുന്നു. ഇവിടെ ഇത്രയും വെള്ളമാണ് മാക്സിമം വരുന്നുള്ളൂ കേട്ടോ. കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വരെ വരും. എൻ്റെ കൂടെ ഒരാളെ ഞാൻ വിളിച്ചേ കേട്ടോ. ഞാൻ ഇത്ര എൻ്റെ വായൻ്റെ ഇത്ര മൂക്കെത്തൂല, അത്ര ആഴാണുള്ളത് കേട്ടോ. ഓക്കെ, അടിപൊളി. എൻ്റെ പേടി മാറി, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരെ ഒന്നും വരില്ല. എന്തേലും ആഴം ഉണ്ടാവും, കുഴി ഉണ്ടാവും എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ വരില്ല. സെറ്റായി. ഞാൻ ഉത്സാഹം കൊണ്ട് കുറേ നേരം ഞാൻ ആ വെള്ളത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പം എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല, കണ്ണ് ബ്ലറായിട്ടാണല്ലോ. എനിക്ക് തോന്നുന്നു ഗോഗിൾസ് ഒന്നും വെക്കാണ്ട് അണ്ടർ വാട്ടർ പോയി കഴിഞ്ഞാൽ കണ്ണ് ഇതാവും എന്നുള്ളത്. ഓക്കെ ആവും തോന്നുന്നു. എനിക്കിപ്പോൾ ഇവിടെ ചുറ്റും കാണുന്നത് ഒരു വെള്ളപ്പാടം മൂടിയ പോലെ ബ്ലറായിട്ടാണ്. പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ വീഡിയോ ഇടുമ്പോഴേക്കും എപ്പോഴാന്ന് തന്നെ എനിക്കറിയില്ല, അതുകൊണ്ട് പറഞ്ഞു തന്നിട്ടും കാര്യമില്ല. എനിക്കറിയില്ല. ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. ആകെ ടെൻഷനായിപ്പോൾ. ഇപ്പം എൻ്റെ കണ്ണ് കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും ബ്ലറാണ്, പക്ഷെ ഫുള്ളായിട്ടല്ല. കുറച്ച് ബ്ലറ് എന്നാൽ കുറച്ച് ക്ലിയറാണ്. അങ്ങനെയാണ്. ഇവിടെ നമുക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയറാണ്. ഈ ഏരിയയിലുണ്ടല്ലോ ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം രീതിയിൽ. കണ്ടോ, തിളയ്ക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? കുമ്പള വരുന്നത് ആ ഹോട്ട് സ്പ്രിങ് അങ്ങനെ കടന്ന് തിളയ്ക്കുവാണ് കേട്ടോ. അവിടെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പുഴുങ്ങി കഴിക്കാം, പക്ഷെ മുട്ട കയ്യിലില്ല. വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല. ശരിക്കും മുട്ട ഇട്ടിരുന്നെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അത് കുക്കായി കിട്ടിയേനെ. പിന്നെ ഇവിടെ ഭയങ്കര മണമുണ്ട് കേട്ടോ. ആ അത്രയും ഹോട്ട് സ്പ്രിങ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ വേറൊരു ടൈപ്പ് ആ ഒരു തിളയ്ക്കുന്നതിൻ്റെ ഒരു കിച്ചണിലൊക്കെ ഉള്ള ഒരു സ്മെല്ല്, അങ്ങനത്തെ ഒരു സ്മെല്ല് ഇങ്ങനെ നല്ലോണം കിട്ടുന്നുണ്ട്. ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, ബാഗിൻ്റെ സ്ഥലത്ത്. അയ്യോ, തളർന്നു പോയി. എനിക്ക് വിശക്കണു, ചൂടെടുക്കണു. ഇങ്ങോട്ട് നടന്നപ്പോഴേക്കും ചൂടായിട്ടോ. ഇവിടെ എന്താ അറിയില്ല, ഭയങ്കര ചൂട്. ആ വെള്ളത്തിൽ നിന്നപ്പോൾ ചൂടൊന്നും അറിഞ്ഞില്ല. വേർക്കുവാ ഞാൻ. വിശന്നിട്ടേ ചത്ത പോണ്. എന്തേലും ഉണ്ടായിരുന്ന ആകെ ഫുഡ് ആ പിള്ളേർക്കും കൊടുത്ത്. ഞാനിവിടെ വന്നിട്ട് ഇവരടുത്ത് വല്ലതും കഴിക്കാനുണ്ടോ, വിശന്നിട്ട് വയ്യാന്ന് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ സംസാരിച്ചു. അപ്പോൾ അവരെനിക്ക് കഴിക്കാൻ തന്നിട്ടുണ്ട് കേട്ടോ. ബീൻസും തോത്തിയേയും തന്നിട്ടുണ്ട്. ഞാൻ കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യ. എൻ്റെ ഗോപ്രോ പണി തന്നു എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇത് പൊട്ടുകയും ചെയ്തു. ഇത് വലിച്ചെടുക്കാനും പറ്റുന്നില്ല. ചൂടുമായി. ക്ലൈമറ്റ് ഒന്നാമത് ചൂടാണ്. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. തേങ്ങ ഞാനാണെങ്കിൽ വെള്ളത്തിലിറങ്ങിയത് അണ്ടർ വാട്ടർ മൊത്തം ഞാൻ ഇതിലെടുത്തു. ഇതെടുത്തു എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം എക്സ്ട്രാ കവർ ഇട്ടിട്ടാണ് എടുത്തുകൊണ്ട് വെള്ളമൊന്നും ഉള്ളിൽ കയറിയിട്ടില്ല. എന്തായാലും നല്ല പണിയാണ്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ. അവിടെ ക്യാമറ നേരെക്കണം, വല്ല ഷോപ്പും ഉണ്ടോ എന്ന് നോക്കണം. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏതൊക്കെയോ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടാണ് മെയിൻ റോഡിലേക്ക് പോകുന്നത് കേട്ടോ. മെയിൻ റോഡ് ഇത്ര നേരമായിട്ട് എത്തിയിട്ടില്ല. ഞാൻ മെയിൻ റോഡാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇതാണോ അതാണോ മെയിൻ റോഡ്? ഞാനത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് കയറിയിട്ടുണ്ട്. എനിക്കറിയില്ല എൻ്റെ ക്യാമറ എവിടുന്നാണ് റെഡിയാക്കാന്ന്. ക്യാമറ റെഡിയാക്കാണ്ട് ഫോണിൽ മാത്രം വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല പണിയാണ് കിട്ടിയത്. അറിയില്ല എവിടുന്നാ നേരേക്കാന്ന് നോക്കണം. ഞാൻ ഇവിടുന്ന് മെയിൻ റോഡ് വഴി ഞാൻ ഗോത്തേമലയ്ക്ക് പോവാണ്, സിറ്റിയിലേക്ക്. ഗോത്തേമല സിറ്റിയിലേക്കാണ് ഞാൻ പോകുന്നത്. കാരണം സിറ്റിയിലേക്ക് പോയില്ലെങ്കിൽ വേറെ എവിടെയും എനിക്ക് റെഡിയാക്കാൻ പറ്റില്ല. എൻ്റെ ഗോപ്രോ ഇല്ലാണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫോണിലാണെങ്കിൽ കുറച്ച് നേരം ചാർജ് നിൽക്കുള്ളൂ. പിന്നെ മാപ്പും അങ്ങനെ ഓരോ നോക്കേണ്ട ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. സോ ഞാനിപ്പോൾ ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ടാണ് പോകുന്നത്. ഇത് മെയിൻ റൂട്ടാണ്, വലിയ ട്രക്കൊക്കെ പോവും. അപ്പോൾ ഞാൻ രാത്രി ലിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനൊരു രാവിലെയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും. അങ്ങനെയാണെങ്കിൽ എനിക്ക് റിപ്പയർ ചെയ്യാൻ കൊടുക്കാം. അവിടെയും പിന്നെ ഒരുപാട് ഇതൊന്നുമില്ല. സിറ്റി വലിയ സിറ്റി ആണെങ്കിലും
അവിടെ റിപ്പയർ ചെയ്യാനുള്ളത് എത്രത്തോളം കിട്ടും എന്ന് എനിക്കറിയില്ല. എന്തായാലും പോയി നോക്കണം. പോയി നോക്കിയാൽ തന്നെ അറിയുള്ളൂ. നല്ല രസമുള്ള സ്കൈ കേട്ടോ, നല്ല റെഡായിട്ട് കാണുന്നുണ്ട് ഓരോ സൈഡിലേക്കും. ലിഫ്റ്റ് കിട്ടി അവിടെ എത്തിയാൽ മതിയായിരുന്നു. എനിക്കിത് ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആള് ഗോത്തമല സിറ്റിയിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇവിടുന്ന് ഒരു 250 കിലോമീറ്റർ ഉണ്ട്. എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയില്ല. എപ്പോഴായാലും ഞാൻ അങ്ങോട്ട് പോട്ടെ, അല്ലാണ്ട് എന്നെ ഗോപ്രോ റെഡിയാക്കാണ്ട് എനിക്ക് പറ്റൂല. ഞാൻ വന്ന ട്രക്ക് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അധികം ദൂരമില്ല, ഒരു 100 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അപ്പം എൻ്റെ അടുത്ത ആൾ പറഞ്ഞു ഇപ്പോൾ ഇവിടെ കിടന്നുറങ്ങും, 1 മണി 2 മണിയാകുമ്പോൾ ഇറങ്ങും, രാവിലെ 5, 5:30, ഒരു 6 മണിയാകുമ്പോൾ എത്തും. ഈ സമയത്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ്, ആൾക്കും ഡേഞ്ചറസ് ആണ്, എനിക്കും ഡേഞ്ചറസ് ആണ് എന്ന് പറഞ്ഞു. എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകും, ഭയങ്കര ഡേഞ്ചറസ് സിറ്റിയാണ്, ഞാൻ പോകുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ആ ട്രക്കിൽ തന്നെയാണ് കിടന്നുറങ്ങാൻ പോകുന്നത്, രാവിലെ വരെയും, രാവിലെ 6 മണി വരെയും. ഇപ്പോൾ സമയം 10 മണിയായിട്ടുള്ളൂ. ഞാൻ കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒരു ദിവസം എത്ര വട്ടാ കുളിക്കുന്നത് തന്നെ എനിക്കറിയില്ല, എപ്പോഴും കുളിയാണ്. ചൂടാണ്, ചൂട് കാരണം കുളിക്കന്നെയാണ് പണി. അവിടെ വഴിയൊക്കെ ഇങ്ങനെയാണ് കിടക്കുന്നത്. അവിടെ ടോയ്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. വേറെയും ട്രക്കൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഗോപ്രോ അതായതുകൊണ്ട് എനിക്ക് ഭയങ്കര ശോകമാണ്. ഞാൻ അവിടെ എത്തിയിട്ട് വേണം ഗോപ്രോ റെഡിയാക്കാനായിട്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ സിറ്റിയിൽ കൂടുതൽ വേറെ നല്ല സ്ഥലം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ സിറ്റിയിലേക്ക് പോകുന്നത്. ഇത് ട്രക്കുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കണ്ടോ, കുറേ ട്രക്കുകൾ കാണാൻ പറ്റുന്നുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കിടക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ 2 സ്ഥലമുണ്ട് ബെഡ്, മുകളിലും താഴെയും. പക്ഷെ മുകളിൽ ഫുള്ള് സാധനങ്ങളാണ്. അപ്പോൾ പിന്നെ ആള് താഴെ കിടന്നുറങ്ങി. ഞാൻ പിന്നെ വിളിക്കാനൊന്നും പോയില്ല, വിളിച്ചിട്ടും കാര്യമില്ല, അവിടെ സ്ഥലമില്ല കിടക്കാൻ. അപ്പം ഞാനിവിടെ എഡിറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പുറത്ത് നിന്ന് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഉറക്കവും ഇല്ല. ഇനിയിപ്പോൾ നാളെ ഗോത്തമല സിറ്റിയിലെത്തിയിട്ടായിരിക്കും ഉറങ്ങുന്നത്. എനിക്ക് ഉറക്കമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല, എഡിറ്റിംഗ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.